നമസ്കാരം, എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചെറിയൊരു റീഡിംഗ് എന്ന് എടുക്കുന്നുള്ളൂ. ഓക്കെ, കൂടുതൽ നീട്ടുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന അതേപോലെ ഓക്കെ അവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ആരും ആവാം, നിങ്ങളുടെ ലൈഫിലുള്ള ഏത് വ്യക്തിയും. നിങ്ങൾക്ക് അങ്ങോട്ട് ആരോടെങ്കിലും ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, നിങ്ങൾ തമ്മിൽ എക്സ്പ്രസ് ചെയ്ത് കാണാം, ചെയ്യാത്തതായിരിക്കാം, ക്രഷ് ആയിരിക്കാം, നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ട ആൾക്കാരായിരിക്കാം, ഒരു ബന്ധം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ ആ പേഴ്സൺ എന്താണെന്ന് അറിയാനായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്ന പോലെ അവർക്കും ഫീലിങ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതെല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. ഓക്കെ, ബട്ട് വിൽ ട്രൈ. നമ്മൾ മാക്സിമം നിങ്ങൾ കാണുന്നവർക്ക് കളക്റ്റീവിന് എനർജി എന്താ വരുന്നത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ അവർക്കും തിരിച്ച് അതേപോലെ എനർജി ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലത്തെ ഒരു ഫീലിംഗ് ആണോ, അവർക്കും അത്രയും സ്ട്രോങ് ഫീലിങ്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹാങ്മാൻ സിറ്റുവേഷൻ. ഓക്കെ, Ace of Swords and 3 Wands. ഓക്കെ, ഇവിടെ ഒരു എൻഡിങ് വന്ന പോലെ കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ തമ്മിൽ ഓക്കെ, നിങ്ങൾ ഓൾറെഡി കണക്ഷനിലുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇൻവോൾവ് ആയിരിക്കും, അവരോട് റിലേഷൻഷിപ്പ് ഉണ്ടാവും നേരത്തെ തന്നെ. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു പോസ് സിറ്റുവേഷനാണ്. അതായത് ഒന്ന് സ്റ്റക്കായി നിൽക്കുന്ന പോലെയാണ്. കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല, പേഴ്സൺ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ മേ ബി ഉണ്ടാവില്ല, ചിലപ്പോൾ അതും ആവാം. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. പ്ലാനിങ് എനർജി, വെയിറ്റിംഗ് എനർജി ഉണ്ട്. കുറച്ചായിട്ട് നിങ്ങൾ തമ്മിൽ സംസാരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈവൻ ഉണ്ടെങ്കിൽ തന്നെ എവിടെയോ ഒരു ക്ലാരിറ്റി ഇല്ല. എനിക്ക് ക്ലാരിറ്റി തരുന്നില്ല പേഴ്സൺ, ഒരു വ്യക്തത തരുന്നില്ല, സിറ്റുവേഷൻ എന്താണെന്നുള്ളത് പറയുന്നില്ല, ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, ഈ ബന്ധത്തിൽ ഒരു നിങ്ങൾക്കിത് ഉണ്ടോ ഇല്ലേ, മുന്നോട്ട് പോവില്ലേ ഒന്നും നിങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നിങ്ങൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് വരുന്നത്. പേഴ്സൺ ആയാലും സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അവർ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിരിക്കാം. കുറച്ച് പേർക്ക് ബ്രേക്കപ്പ് എനർജി ഉണ്ട്, കുറച്ച് പേർക്ക് ഒരു സെപ്പറേഷൻ എനർജി, കുറച്ച് പേർക്ക് എൻഡിങ് എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മേ ബി പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എന്തെങ്കിലും ഫൈറ്റായി, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കായി, ബ്ലോക്ക് ചെയ്ത് പോയി, അല്ലെങ്കിൽ സംസാരമില്ല. ഓക്കെ, കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി എനർജി ഉണ്ട്, ചീറ്റിംഗ് എനർജി ഉണ്ട്, കുറച്ച് പേർക്ക് നിങ്ങളെ വേദനിപ്പിച്ച് പോയ രീതിക്ക് കാണുന്നുണ്ട്. സോ സിറ്റുവേഷൻ അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. ഇവിടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു ആക്ഷനും ഇല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിലൊരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നത്, നിങ്ങളിതിലൊരു ട്രൂത്ത് പറയണം, ഒരു സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണിത് സിറ്റുവേഷൻ എന്ന് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ബ്രേക്കപ്പ് ആയിരിക്കാം, കുറച്ച് പേർക്ക് ഇവിടെ എൻഡിങ് കാണുന്നുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ വിട്ടുപോയ ഒരു വേദനയായിരിക്കാം, വിഷമമായിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ, നോക്കാം. അവരുടെ ഫീലിങ്സ് എന്താണ് സിറ്റുവേഷനിൽ, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്, പേഴ്സണിന് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് കാണുന്നത്. ചാരിയറ്റ് ഉണ്ട്. ഓക്കെ, ഫുൾ കാർഡ്, 4 of Swords. ഓക്കെ, മാറി നിൽക്കുന്നുണ്ട്. അഗൈൻ ഹെർമിറ്റും ഉണ്ട്, മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ അഗൈൻ സെയിം എനർജി. ഓക്കെ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഡിസ്റ്റൻസിൽ നിൽക്കുന്നുണ്ട്, അവരുടെ ഭാഗത്തു നിന്ന് അധികം അനക്കില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ പല കാർഡ്സും നമുക്ക് അതാ വരുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു മുന്നോട്ട് ഒരു സിറ്റുവേഷൻ വേണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഒട്ടോ എൻഡായി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, അവരുടെ മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഇത് ഇനിയും വേണം എന്ന രീതിയിലുള്ള ഒരു തോട്ട് എന്തായാലും ഉണ്ട്. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും ഒന്ന് നമ്മൾ പരസ്പരം സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു റിസ്ക് എടുത്തിട്ടായാലും നമ്മളൊരു പുതിയ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്ന പോലെയാണ്. ആൻഡ് ചാരിറ്റും ഉണ്ട്. ചാരിറ്റിൽ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ചോയ്സിൻ്റെ കാര്യമാണ്. അതായത് ഒരു തീരുമാനം എടുക്കുന്ന പോലെ. ഇപ്പോൾ അഗൈൻ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ മേ ബി ആരെ വേണം എന്നുള്ളൊരു, എന്തിൽ ഞാൻ നിൽക്കണം, ഏത് റിലേഷൻഷിപ്പിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ചിന്തയായിരിക്കാം. ഫാമിലി ആണോ, എന്തോ ആവാട്ടോ. ഓക്കെ, മാരീഡ് ആവാം, ഫാമിലി ആവാം, പാരൻസ് ആവാം, വേറെ ആരെങ്കിലും പറയുന്ന എന്ത് തന്നെയായാലും. ഓക്കെ, അങ്ങനെ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി എന്ന എനർജി എടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ മൈൻഡിൽ. ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ പോസിറ്റീവ്നെസ് ഉണ്ട് ഇവിടെ ലേശം. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ പുതിയൊരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. റിസ്ക് എടുത്തിട്ടായാലും ഈ ഒരു സിറ്റുവേഷൻ വേണം മുന്നോട്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ഇതിലാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ അവർ മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, സൈലൻസ് ആണ് എനിക്ക് കാണുന്നത്, വളരെയധികം സൈലൻസ് തന്നെയാണ് കാണുന്നത്. 4 of Swords ഹെർമിറ്റും പറയുന്നത് അവർ മാറി നിൽക്കുകയാണ്, സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല. അഗെയിൻ സംസാരിച്ചാൽ തന്നെ ക്ലാരിറ്റി തരുന്നില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അവനവനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. അവർ ഇതിലെന്താ അഗെയിൻ ഐ തിങ്ക് അവരും ആ ഒരു ക്ലാരിറ്റി ചിന്തിക്കുന്ന പോലെയാണ്. ബട്ട് ഇവിടെ നൈറ്റ് ഓഫ്
കപ്സ് ഉണ്ട് ഇവിടെ നമുക്ക്. എനിക്ക് ടെമ്പറൻസും ഉണ്ട്. ഞാൻ എടുക്കാം, വരുമോ നോക്കാം. ഓക്കെ, വീണ്ടും സോ ഇവിടെ ഫീലിങ്സ് ഉണ്ട്. എവിടെയോ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, വേണമെന്നുണ്ട്. ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട് ഇവിടെ. നിങ്ങളെ ചൂസ് ചെയ്യണം എന്നുള്ളത് അവരുടെ മനസ്സിൽ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് ചൂസ് ചെയ്യണം, നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലെറ്റ്സ് സീ വേറെ ഫീലിങ്സിൽ വാട്ട് ഡു ദേ feel. Oh. Okay, very nice, beautiful card. Okay, yes, മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, യെസ്, ഇത് രണ്ട് വീണ്ടും വന്നു താഴെ. ഏസ് ഓഫ് കപ്സ് ആൻഡ് ടെമ്പറൻസ് ആണ്. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ തന്നെ നമുക്ക് ഫീലിങ്സിൻ്റെ കാർഡാണ്. ഓക്കെ, ഞാൻ കളർ ചെയ്തു അല്ലേ. ഓക്കെ, ചില കാർഡ്സ് കാണിക്കാൻ പറ്റില്ല, അപ്പോൾ ഞാൻ കളർ ചെയ്ത് വിട്ടിരിക്കുക അവിടെയൊക്കെ. ഓക്കെ, സോ ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഫീലിങ്സ് വളരെ സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, നിങ്ങളെ തന്നെയാണ് അവർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചോദിച്ച ക്വസ്റ്റൻ അതാണ്, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ? യെസ്, തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, 2 ഓഫ് കപ്സ് എനർജിയാണ്, സോൾമേറ്റ് എനർജിയാണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, അതൊരു നമ്മൾ പറയല്ലേ പാസ്റ്റ് ലൈഫ് സോൾ കണക്ഷൻ ആണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഒരു എങ്ങനെയത് പറയാന്ന് ഒരു വാക്ക് കിട്ടുന്നില്ല എനിക്ക്. ലൈക്ക് അത്രയും സ്ട്രോങ് ബോണ്ടാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് നല്ലോണം ഉണ്ട്. ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട്. ഓക്കെ, നിങ്ങൾ എങ്ങനെ അങ്ങോട്ടുണ്ടോ അതേപോലെ തന്നെ ഇങ്ങോട്ടും ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇവിടെ ടെമ്പറൻസ് ബാലൻസ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങോട്ടുള്ള പോലെ തന്നെ അവർക്ക് ഇങ്ങോട്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇവിടെ ഈ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ചില സിറ്റുവേഷൻസ് ഇടയിൽ വന്ന് കാണാം. ബട്ട് ഇവിടെ 2 ഓഫ് കപ്സ് എനർജി ഉണ്ട്. നിങ്ങളെ സോൾമേറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ ലൈഫിൽ വേറെ ആര് വന്നു പോയാലും ശരി, എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി, എവിടെയോ അവർ നിങ്ങളവരുടെ മനസ്സിൽ അത്രയും ഒരു വളരെ സ്നേഹത്തോടെ ആണ് അവർ നിങ്ങളെ ഓർക്കുന്നത്. എൻ്റെ ഇവിടെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അവർക്ക് നിങ്ങളോട് ന്യായം ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. നിങ്ങളോട് ന്യായമായത് അവർ തെറ്റ് ചെയ്തു എന്നവർക്കൊരു തിരിച്ചറിവ് വരുന്ന പോലെയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ന്യായം ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു മെസ്സേജ് വരാനുള്ള സാധ്യത പ്രിൻസസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്കൊരു അപ്പോളജി അവരുടെ ഭാഗത്തുനിന്നൊരു സോറി പറഞ്ഞു വരില്ല, അല്ലെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞു വരിക, നിങ്ങളോട് സിറ്റുവേഷൻ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. മാപ്പ് തുറന്നു പറഞ്ഞില്ലെങ്കിലും അവരൊന്ന് റീച്ച് ഔട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ഉണ്ട്. സോ അവർക്ക് വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ യെസ്, തീർച്ചയായിട്ടും സ്നേഹമുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ യെസ് ആണ്. സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് ചില കാര്യങ്ങൾ ഇടയിൽ വന്നു എന്നുള്ളത് കറക്റ്റാണ്. ബട്ട് മനസ്സിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുണ്ട്. ഓക്കെ, നമുക്ക് റൊമാൻസ് ഏഞ്ചൽസ് നടത്തിയേക്കാം. ഞാൻ കുറച്ച് കാർഡ്സ്. ഫ്രീ യുവർ സെൽഫ്, കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ്, reconciliation. Okay, stay optimistic about your soulmate card വീണ്ടും വന്നു. വെരി നൈസ്. ഓക്കെ, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്ന് പറയുന്നില്ല. നിങ്ങളോട് പറയുന്ന നിങ്ങൾ ഇതിൽ കുറച്ച് നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കാം എന്നാണ് പറയുന്നത്. ബട്ട് അഗൈൻ ഞാൻ എപ്പോഴും ഈ പ്രതീക്ഷ വെക്കാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യും ഞാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന്. കാത്തിരിക്കൽ ചെയ്യരുത്. അവിടെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമോ. കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അങ്ങനെ സ്റ്റക്കാക്കി നിർത്തണം എന്നല്ല അർത്ഥം. ഓക്കെ, അവർ വന്നാൽ വരട്ടെ എന്ന രീതിക്ക് നിങ്ങൾ വിട്ട് കളയും. ഓക്കെ, സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവായിട്ട് ഇരുന്നോളൂ. ഓക്കെ, അത് വരും എന്ന രീതിയിൽ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ. ബട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് നിർത്തിക്കളയരുത്. ഫ്രീ യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. ഓക്കെ, നിങ്ങളോട് അഗൈൻ ഇതാണ് പറഞ്ഞത്, നിങ്ങൾ അവരെ കാത്തിരുന്ന് നിങ്ങളുടെ ലൈഫ് കളയാനുള്ളതല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകൂ. ഓക്കെ, നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങൾ അവരെ കാത്തിരുന്ന് സങ്കടപ്പെടില്ല നിർത്തൂ. ഓക്കെ, അതൊക്കെയാണ് ഇവിടെ മാറ്റം വരുത്തേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൺട്രോളിൽ വെക്കും. ഓക്കെ, അവർ വന്നാലേ ഞാൻ സന്തോഷിക്കുള്ളൂ എന്ന രീതിക്ക് ആവരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. ആൻഡ് അവർ വരവും പോക്കും അല്ലെങ്കിൽ അവരുടെ ഒരു വന്നാൽ മാത്രമേ നിങ്ങൾ സന്തോഷിക്കുള്ളൂ, അങ്ങനെയൊന്നും ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് പറയുന്നുണ്ട്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ്. അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാവാം. ഒന്ന് നിങ്ങളുടെ സ്വഭാവങ്ങളിലുള്ള മാറ്റമായിരിക്കും. റിലീജിയൻ വേറെ ആയിരിക്കാം, കാസ്റ്റ് വേറെ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ബിഹേവിയർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വളരെ റൊമാൻറ്റിക് ആയിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓക്കെ അങ്ങനെയൊന്നും ആവണമെന്നില്ല. ഓക്കെ, എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഏജ് കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഏജ് കുറവായിരിക്കാം. സെയിം ജെൻഡേഴ്സ് വരാം. ഒക്കെ എന്തോ പെട്ടെന്ന് നിന്ന് എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നി. ഓക്കെ, സെയിം ജെൻഡർ ആവാം നിങ്ങൾ. ഇനിയിപ്പോൾ അതിലും പറഞ്ഞിട്ട് സംതിങ് ഇസ് ദെയർ. എന്തോ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ല എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല എന്തോ പറയാൻ വന്നു ഞാൻ. ഓക്കെ, മേ ബി അവർ മാരീഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ നമ്മൾ പ്രതീക്ഷിക്കില്ല അല്ലേ. ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ ഞാൻ കണക്ട് ആവുന്നു, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കില്ല. ബട്ട് യെസ്, അങ്ങനെ എന്തും ആവാം. ഓക്കെ, ഞാൻ റീകോൺസിലേഷൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ റിയൂണിയൻ ഉണ്ട്, റീകോൺസിലേഷൻ ഉണ്ട്, തിരിച്ച് വരുന്നുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. എൻ്റെ ഇവിടെ സോൾമേറ്റ് എന്നുള്ളത് വീണ്ടും വന്നു. നമ്മുടെ 2 ഓഫ് കപ്സ് ഉണ്ടായിരുന്നു, സോൾമേറ്റും ഉണ്ട്. സോ യെസ്, നമുക്ക് ഡബിൾ കൺഫർമേഷൻ. ആക്ച്വലി ഇതിലും ഉണ്ടായിരുന്നു, സോൾമേറ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ യെസ്, 3 ടൈംസ് കൺഫർമേഷൻ. ഓക്കെ, നിങ്ങളോട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. പോസിറ്റീവായിട്ട് റിലേഷൻഷിപ്പിനെ, അതായത് ഓക്കെ
അവർക്ക് എന്നോട് സ്നേഹമുണ്ട് ആൻഡ് അതെനിക്ക് സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. പക്ഷെ അതിന് എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം കളയുന്നില്ല, ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു, എൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, എനിക്ക് വീട്ടിൽ ചെയ്യാനുള്ളത് ചെയ്യുന്നു, പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുന്നു, ജോലിക്ക് പോകുന്നു, വട്ടെവർ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവർക്ക് എന്നോട് സ്നേഹമുണ്ട് ആൻഡ് പക്ഷെ എൻ്റെ കൂടെ ഉണ്ടാവണോ, എൻ്റെ അടുത്ത് വരണോ വേണ്ടേ, അതെല്ലാം അവർ തീരുമാനിക്കട്ടെ എന്ന ആ ഒരു പോസിറ്റീവ് ചിന്ത വയ്ക്കാനാണ് പറയുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, സോ എനിവേ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.